ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വന്ദനയാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോടുള്ള തളി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. തളിയിൽ അമ്പലത്തിലേക്ക് വരണമെങ്കിൽ പാളയം സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ കോഴിക്കോട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു അമ്പലത്തിലേക്കാണ് വന്നത്. ദേവീൻ്റെ കുറേ നല്ലൊരു വൈബാണ് ഇവിടെ വന്നപ്പെട്ട എനിക്ക് കിട്ടിയത്. പിന്നെ ഇവിടെ കുറേ ഇതൊരു പാളയത്തിൻ്റെ ഒരു പാളയം സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ്. ഇതൊക്കെ ലേസൊക്കെ വെക്കുന്നത് എന്തോ ഒരു ലേസാ വീഡിയോയിൽ. നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് നമുക്ക് തിരക്കിട്ടും പോകാനാവില്ല. നടക്കുന്നത് കേട്ടോ. വാഴയാണ് പോകേണ്ടത്. വാഴേൻ്റെ ഇലേൻ്റെ കച്ചവടം ഇഷ്ടപ്പെട്ടിട്ടോ. ഇവിടെ തമിഴ്നാട് പോയ പോലെ ഉണ്ട്. അരി വർക്കൊക്കെ ചെയ്യുന്ന ഹെയർ എക്സ്റ്റൻഷനൊക്കെ ഉണ്ട്. ഇവിടെ എന്തായാലും വരണം. നമ്മൾ നേരെ ഇനി പോകുന്നത് തളിയിലെ ക്ഷേത്രത്തിലേക്കാട്ടോ. നാട്ടിൽ തന്നെയാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മൾ തളി അമ്പലത്തിൻ്റെ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്തെത്തിട്ടോ. എന്ത് വലിയ കുളമാണ്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ വരുന്നത്. ഇവിടെ അടുത്തായിട്ട് കൂടി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെയൊക്കെ കുറേ ദേവന്മാരെയൊക്കെ ലൈറ്റ് വെച്ചിട്ടുള്ള രൂപങ്ങളുണ്ട്. ഇത് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഈ തളി ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് കുറേ ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പാളയത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു വിശുദ്ധമായ ക്ഷേത്രമാണ് തളി ക്ഷേത്രം. തളി അമ്പലം ഇത് അറിയപ്പെടുന്നുണ്ട്. ശിവഭഗവാനാണ് പ്രധാന പ്രതിഷ്ഠ. കോഴിക്കോട് സാമൂതിരി രാജാവ് നിർമ്മിച്ച പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് തളി ക്ഷേത്രം. ഒന്നാമത്തെ ക്ഷേത്രമാണ് ഈ തളി ക്ഷേത്രം. ഇതിന് പറയുന്ന പേരാണ് പവലിയൻ മണ്ഡപം. നമ്മൾ ആ ഒരു സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് വന്നതാണ്. ഇവിടെ ഇങ്ങനെ വിളക്കൊക്കെ ഉണ്ട്, തെരുവ് വിളക്കൊക്കെ ഉണ്ട്. അതല്ലേ ഗണപതി ക്ഷേത്ര. അവിടേക്ക് നമ്മൾ പോയില്ല. ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുത്തു കേട്ടോ. നല്ല രസമുണ്ട്, നല്ലൊരു വ്യൂ. പോവാ. ഇതാണ് ആറാട്ട് കടവ്. ശ്രീരാമസ്വാമി ക്ഷേത്രം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെ പ്രധാന കവാടം. നമ്മൾ ചെരുപ്പ് ഇവിടെ വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് കാണാം. അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങിയിട്ടോ. ഉള്ളിൽ ഞാൻ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല, അവിടെ എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ തൊഴുത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണേ. കിട്ടിയതാ നമ്മൾ നേരത്തെ കണ്ട ആ സ്ഥലത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇരിക്കുന്ന സംസാരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഇവിടെ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ശരിയാണ്. ഇങ്ങോട്ടൊക്കെ നല്ല വ്യൂ. ആര് നോക്കുന്നു. ഓരോ ഐറ്റം മേക്കപ്പ് ഐറ്റം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഇത് ഇവിടുത്തെ സ്റ്റേജ്. അവിടുന്ന് റീൽസൊക്കെ ചെയ്യുന്നുണ്ട്. കളിക്കുക. ശരിക്കും ഏതോ ഒരു ലോകത്തെത്തിയ പോലെ നല്ല കാറ്റ്, നല്ലൊരു ആംബിയൻസ്, നല്ല തണുപ്പ്. നമ്മൾ എവിടെയോ എത്തിയ പോലെ ഉണ്ട്. അവരിവിടുന്ന് റീൽസ് ചെയ്യുന്നു.
ഇല്ല, നല്ല രസമുണ്ട്. വേഗം കളിക്കേ. നല്ല രസമുണ്ട്. ഇതുപോലെ അന്ന് റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓലെ ശല്യം ചെയ്യണേ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടി പോകുന്നു. അവിടെ ഒരു ഓപ്പൺ സ്റ്റേജൊക്കെ ഉണ്ട്. നന്നായിക്കാൻ നോക്കുന്നത് റീൽസ് ചെയ്തിട്ട്. അതൊക്കെയാണ് ഇനി നമുക്ക് ആ അമ്പലത്തിൽ പോകാണ്ട്, ഗണപതി അമ്പലത്തിൽ. അവിടേക്ക് പിന്നെ പോകാം. കടലിലിരുന്ന് പാട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയാണ്. വെജാണ്. അത്യാവശ്യം നല്ല തിരക്കുള്ള കടയാണ്. സീറ്റൊന്നും ഇല്ല, സീറ്റ് ഒഴിപ്പിച്ച് കഴിക്കണം. വാങ്ങിയത് കേട്ടോ. 2 വട ഉണ്ട്. വടയും ചായ നേരത്തെ കുടിച്ചില്ല, അതുകൊണ്ട് ഒരു ചായ ഇപ്പം കുടിക്കുന്നില്ല. വട മാത്രമേ കഴിക്കുന്നുള്ളൂ. ഞാനൊരു നെയ് റോസ്റ്റും ചായ പറഞ്ഞത്. കാലത്തിന് ശേഷം വീണ്ടും ഒരു നെയ് റോസ്റ്റ് കഴിക്കുകയാണ്. ചിന്നു കഴിക്കുന്നത് ചായ. ഇങ്ങനെ വരുന്നു. ഈ ഒരു ഹോട്ടലിനാണ് നമ്മൾ ചായ കൊടുത്തിട്ട്. നല്ല ഫുഡായിരുന്നു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ മിഠായി തെരുവിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട്. എന്താണെന്നൊക്കെ നമുക്ക് കാണാം. നമ്മളിതാ ഇവിടേക്ക് വന്നിരിക്കും. ഇങ്ങോട്ട് പോയി ഡിസ്കൗണ്ട് സെയിലൊക്കെ നടക്കുന്നുണ്ട്. 50% ഓഫറിൽ കയറി ഹലുവ വാങ്ങും. ഹലുവ വാങ്ങിയില്ല കേട്ടോ. ഇതൊക്കെ കോഴിക്കോടൻ ഹലുവയാണ്. ഇതെവിടെയാണ് ഉണ്ടാക്കുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ കടയിൽ കറിയാം.